ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഇതുപോലത്തെ മൾട്ടി കളറിലുള്ള സ്കേർട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. 5 കളറിലുള്ള നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എല്ലാം 1/2 മീറ്റർ വീതമാണ്. പിന്നെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്കേർട്ട് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കളറുകൾ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 കളർ എടുത്തിട്ടുള്ളൂ. ഓരോ കളറും 1/2 മീറ്റർ വീതം വാങ്ങിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ലൈനിങ്ങിനായി ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു സാറ്റിൻ്റെ ക്ലോത്താണ്. ഇതൊരു 1.5 മീറ്ററൊക്കെ മതിയാവും. പിന്നെ ഞാൻ ഈ ഒരു കളർ എടുക്കാൻ കാരണം ഇതിൻ്റെ ഈ ഒരു സ്കേർട്ടിൻ്റെ ടോപ്പ് വരുന്നത് ഈ കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ലൈനിങ്ങിന് ഈ കളർ കൊടുത്തത്. അപ്പോൾ ഞാൻ ലൈനിങ് വന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിലാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 4 ഇഞ്ചസാണ്. 4-5 ഇഞ്ചസൊക്കെ മതിയാവും. പിന്നെ ലെങ്ത്ത് വരുന്നത് നമ്മൾ ഇലാസ്റ്റിക് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും. ഇലാസ്റ്റിക് സാധാരണ എടുക്കുമ്പോൾ നമ്മൾ അരവണ്ണത്തേക്കാളും 1, 2, 3 ഇഞ്ച് കുറഞ്ഞിട്ടാവും എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇരട്ടി ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് എടുക്കുക. ഞാനിവിടെ 32 ഇഞ്ചസ് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇരട്ടി ആകുമ്പം 32 ഇഞ്ചസ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് 32 ഇഞ്ചസ് വരുന്നത്. ഇനി നമുക്ക് സ്കേർട്ടിനുള്ള നെറ്റിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്യാം. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 15 ഇഞ്ചസ് ആണ്. പിന്നെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ 1/2 മീറ്റർ വീതിയുള്ള തുണിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മാക്സിമം എത്ര കിട്ടുന്നോ അത്രയും വിഡ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ 4 ഫോൾഡ് ചെയ്തത്. ഇനി 15 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിതിന് 4 പീസാക്കി കട്ട് ചെയ്യാണ്. ഇങ്ങനെ ചെയ്താലേ നമുക്ക് ഒരുപാട് കളേഴ്സ് ഇങ്ങനെ മിക്സാക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 4 പീസാക്കി മാറ്റുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചതുപോലെ തന്നെ മറ്റ് കളേഴ്സിലുള്ള നെറ്റിൻ്റെ ക്ലോത്തൊക്കെ ഇതുപോലെ തന്നെ സെയിം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം 15 ഇഞ്ചസ് ലെങ്ത്ത് എടുത്തിട്ട് പിന്നെ എല്ലാം ഇതിന്നും 4 പീസാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എല്ലാ കളർ നെറ്റിന്നും ഇതുപോലത്തെ 4 പീസ് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാ കളറിനും ഇതുപോലെ ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ സൈഡ്സൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പീസ് വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സെറ്റാണ്. ഇതുപോലത്തെ വേറൊരു 3 സെറ്റും കൂടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ മറ്റേ പീസ് വെച്ചിട്ട് എല്ലാം കൂടി ഒറ്റ സെറ്റാക്കി വെക്കാം. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ഈ ചെറിയ ഞൊറിവിട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു നൂല് വലിച്ചാൽ ഇതുപോലെ ഇങ്ങനെ ചുരുക്കായിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താലും മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 സെറ്റിലും ഇതുപോലെ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാത്തിലും ചെറിയ പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ആ 4 സെറ്റും കൂടി ജോയിൻ ചെയ്തിട്ട് ഒറ്റ സെറ്റാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നേരത്തെ ഒരു ചെറിയൊരു പീസ് ലൈനിങ്ങിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നു, ഒരു നീളത്തിലുള്ളൊരു പീസ്, അതിന് കറക്റ്റ് ആയിരിക്കണം. ഈ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്യാം. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 14 ഇഞ്ചസ് ആണ്. നെറ്റ് ക്ലോത്തിൻ്റെ ലെങ്ത്തിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എടുക്കുന്നത്. ഞാനിവിടെ 1.5 മീറ്റർ ആയിരുന്നു ടോപ്പിനും സ്കേർട്ടിനും കൂടി ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വാങ്ങിച്ചിരുന്നത്. അതിൽ നിന്ന് 1 മീറ്ററാണ് സ്കേർട്ടിനെടുത്തത്. അപ്പോൾ അതിനെ കട്ട് ചെയ്തപ്പോൾ ഇതുപോലത്തെ 2 പീസാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇത് ജോയിൻ ചെയ്തിട്ട് ഇതുപോലത്തെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു വലിയ സ്റ്റിച്ച് കൊടുത്തിട്ട് അതിലൊരു നൂല് വലിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചുരുക്കായിട്ട് കിട്ടും. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തെടുക്കണം. ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശത്ത് നെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിന് താഴെയായിട്ട് ഇതുപോലത്തെ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. അതും ഇതുപോലെ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് വേറൊരു ലെയറും കൂടി വെച്ച് കൊടുക്കുകയാണ്. കോട്ടൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതിന് മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ചെറിയൊരു പീസുള്ള ഈ ഒരു ബാൻഡിൽ വെച്ച് കൊടുക്കാം.
നമ്മൾ നേരത്തെ സ്കേർട്ടിന് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തില്ല, അത് ഈ ഒരു പീസിനേക്കാളും ലെങ്ത്ത് കൂടാനും പാടില്ല എന്നാൽ കുറയാനും പാടില്ല. ഈ ഒരു പീസിൻ്റെ അതേ ലെങ്ത്ത് ആയിരിക്കണം. ഈ ഒരു പീസിൻ്റെ നല്ല വശവും നമ്മൾ സ്കേർട്ടിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ബാക്ക് സൈഡിലോട്ട് മറിച്ചിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിലൂടെയാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ളത്. ഞാൻ 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള ലൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൂടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ഞാൻ 1 ഇഞ്ച് വിടുത്തുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 16 ഇഞ്ചാണ്. നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ എടുക്കുന്നത് അതിനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി. ഒരു സേഫ്റ്റി പിന്നെ ഇലാസ്റ്റിക്കിൽ കുത്തിയിട്ടാണ് ഈ ലൂപ്പിലൂടെ ഇലാസ്റ്റിക് കയറ്റേണ്ടത്. ഇലാസ്റ്റിക് കയറ്റി കഴിഞ്ഞിട്ട് 2 സൈഡ് ലോക്ക് ചെയ്തിട്ട് നല്ലോണം വലിച്ച് പിടിച്ചിട്ട് സെൻറ്ററിലൂടെ സ്റ്റിച്ച് കൊടുത്താൽ നല്ല ഭംഗിയിൽ ലൂപ്പിൻ്റെ അവിടെ ചെറിയ ചുരുക്ക് വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ സൈഡ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്കേർട്ടിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.